നമസ്കാരം. മുട്ടിലിഴയുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് മുട്ടിലിഴയുന്നു എന്ന്. ആജ്ഞാപിക്കുന്നവരുടെ ആജ്ഞകളെ അംഗീകരിച്ച് പ്രവർത്തിക്കുക, അതിനൊപ്പം തന്നെ മുട്ടിലിഴഞ്ഞ് അവരോടുള്ള വിധേയത്വം സമ്പൂർണ്ണമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ആ ആരോപണങ്ങളുടെ വിശദാംശം. എന്തായാലും ഈ ദിവസങ്ങളിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കാണുമ്പോൾ വസ്തുതകൾ വാർത്തകളായി വരുന്നത് നമുക്കറിയാൻ സഹായിക്കുമല്ലോ. അതിനപ്പുറത്ത് അതിൻ്റെ വൈകാരികാവസ്ഥയിലും ചരിത്രത്തെ മുഴുവൻ മായ്ച്ചു കളയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കുകൾക്ക് പോലും ഓശാന പാടുന്ന തരത്തിലുള്ള ചില മുട്ടലിഴയലുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ രണ്ട് വാർത്തകളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അതിലൊന്ന്, ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ വരുന്ന ചില അവരുടെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവിടുന്ന വാർത്തകളെ എങ്ങനെ നൽകുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ മതി. അതായത് ഇന്നലെ മാതൃഭൂമിയിൽ ആ വാർത്ത വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ഇന്നിപ്പോൾ കേരള കൗമുദിയിലും ആ വാർത്തയുണ്ട്. ഈ ചർച്ചകൾ വരുമ്പോൾ നമുക്ക് തോന്നുന്ന പത്രങ്ങൾ നേര് അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് വശങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ മാതൃഭൂമിയും ഇന്നത്തെ കേരള കൗമുദിയും മറ്റുള്ള പത്രങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് അവർ ഈ റിലീസും ചിത്രങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും അവരുടെ അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ച ദൈവീകമായ കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നത്. ഞാൻ ഇത് പറയുന്നത് ദശാവതാരത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, വാർത്തയും ചിത്രവും. അതായത് നമ്മുടെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൻ്റെ ചുറ്റും കൊത്തിവെച്ചിരിക്കുന്ന ദശാവതാരത്തെക്കുറിച്ച് ഹൈന്ദവ പുരാണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിനും സ്വീകാര്യമാണ് എന്ന് നമ്മൾ കരുതുന്ന ഒരു വിശ്വാസമുണ്ട് ദശാവതാരത്തെക്കുറിച്ച്. ആ ദശാവതാരത്തിൻ്റെ ചിത്രങ്ങൾ 10 അവതാരങ്ങൾ ഏതാണ് എന്ന് നമ്മുടെ മനസ്സിൽ വ്യക്തമായ ധാരണയുണ്ട്. പലപ്പോഴും പല ചർച്ചകളിലും അതുമായി ബന്ധപ്പെട്ട കവിതകളും ലേഖനങ്ങളും സിനിമ തന്നെ, നമുക്ക് കമലഹാസൻ്റെ സിനിമ തന്നെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇവിടെയൊക്കെ പരാമർശിക്കപ്പെടുന്ന ദശാവതാരങ്ങളും ഇന്ന് ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്ന ദശാവതാരവും ഇന്ന് കേരള കൗമുദി പ്രസിദ്ധീകരിച്ച ദശാവതാര ചിത്രവും നമുക്ക് നോക്കാം. വിഗ്രഹത്തിന് ചുറ്റും വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ഉണ്ട് എന്നാണ് കേരള കൗമുദിയിലെ ചിത്രം, ഇന്നത്തെ ചിത്രം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബുദ്ധനാ എന്ന് ചോദിക്കും. ബുദ്ധൻ ഏതോ ഗീതാഗോവിന്ദത്തിലോ മറ്റോ ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളുടെ വാദമാണ് ബുദ്ധൻ ഉണ്ട് എന്നുള്ളത്. അതിൽ നമ്മുടെ പൊതുവായ വാദങ്ങൾക്ക്, സ്വീകാര്യതയുള്ള വാദങ്ങൾക്കപ്പുറത്ത് ശ്രീരാമക്ഷേത്രം വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്, എല്ലാവരുടേതുമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടെ ഈ ബുദ്ധൻ എന്ന എവിടെയെങ്കിലുമൊക്കെ ഉള്ള ചില പരാമർശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നേറ്റത്തിൻ്റെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ അത് അതുപോലെ പ്രസിദ്ധീകരിച്ച് കേരള കൗമുദിയും മാതൃഭൂമിയും പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് എന്നാണ്. അതായത് 9ാമത്തെ അവതാരം ബലരാമൻ എവിടെ പോയി? കൃഷ്ണൻ്റെ ഏട്ടനായ ബലരാമൻ എവിടെ പോയി? കാർഷിക സംസ്കൃതിയുടെ പ്രതീകം, ഇന്ത്യയുടെ പ്രതീകം, ഗാന്ധിജി പറയുന്ന ഗ്രാമങ്ങളുടെ പ്രതീകം ബലരാമൻ എവിടെ പോയി? ബലരാമനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ നൈസായിട്ട് ബുദ്ധനെ കയറ്റിക്കൊണ്ടാണ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ ദശാവതാര സങ്കല്പം. ഇത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അവർ കൊടുത്താണല്ലോ. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കണ്ടേ, അവർ തന്നല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം ഈ പറയുന്ന പോലെ നിങ്ങൾ മുട്ടിലിഴഞ്ഞവരും മുട്ടിലിഴയലല്ല. മുട്ടിലിഴയുന്ന സമയത്ത് ഞങ്ങൾ മുട്ടിലിഴയുകയാണ്, ഇവർ പറഞ്ഞിട്ടാണ്, ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ. മിനിമം സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഇതിനകത്ത് എന്താ പ്രശ്നം, ഇവിടെ ബലരാമൻ പോയി? അതിനുള്ള ഉത്തരം ഈ പത്രത്തിന് പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ ഉയരുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു ദശാവതാര സങ്കല്പത്തെ കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന സംശയമുണ്ട് എന്നെങ്കിലും പറയണ്ടേ? നിങ്ങൾ പറയണ്ടപ്പാ, അയ്യോ ഞങ്ങൾ വിശ്വസിക്കുന്നതൊന്നും പറയണ്ട. അങ്ങനെ ഒരു വിശകലനമെങ്കിലും കൊടുക്കാൻ, ഇത് വായിക്കുന്ന വായനക്കാരനിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാണ് ഞാൻ മുട്ടിലിഴയൽ എന്ന് പറഞ്ഞത്. RSSൻ്റെ സംഘപരിവാർ അജണ്ടകളുടെ ഭാഗമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെയൊക്കെ നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ ബൗദ്ധ സ്വാധീനം ഇല്ലാതാക്കിക്കൊണ്ട് ആര്യാധിനിവേശം നടന്നു വന്ന ഒരു ചരിത്രകാലമുണ്ട്. ആ സമയത്ത് കീഴടക്കിയ ബുദ്ധക്ഷേത്രങ്ങളുടെ കഥയും പിന്നീട് അതിന്മേൽ വന്ന ചരിത്രപരമായ മാറ്റങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഭാവിയിൽ
ബുദ്ധൻ കൂടി നമ്മുടെ മുന്നിലേക്ക് വരിക, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ബുദ്ധമതത്തെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യം അതിനകത്തുണ്ട്. സവർക്കറുടെ തന്നെ ബുദ്ധ വിമർശനങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്നുള്ളത്. മാത്രമല്ല, ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധമത മാറ്റം, അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ചവിട്ടുപടിയാക്കാൻ BJPയും സംഘപരിവാറും സംഘടനകളും ശ്രമിക്കുന്നു എന്നുള്ള സാമാന്യമായൊരു വിമർശനമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ പത്രങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിനപ്പുറത്ത് ഇതാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ദശാവതാരം എന്ന് പറഞ്ഞാൽ ഇതാണ്, ബലരാമൻ എവിടെ പോയി എന്നൊന്നും നമുക്കറിയില്ല, ബലരാമൻ ഇല്ല എന്ന്. കാരണം സംഘപരിവാർ പറഞ്ഞു കഴിഞ്ഞു ബലരാമൻ ഇല്ല. അപ്പോൾ പിന്നെ കൗമുദിയും തീരുമാനിക്കുകയാണ്, മാതൃഭൂമിയും തീരുമാനിക്കുകയാണ്, ബലരാമനൊന്നും ഇല്ല, ഇത് വേറെയാണ്, അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്നങ്ങ് തീരുമാനിച്ച് പ്രസിദ്ധീകരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ മുട്ടിലിഴയൽ. ഇതിനാണ് മുട്ടിലിഴയൽ എന്ന് പറയാം. രണ്ടാമത്തേത്, നമ്മുടെ നാട്ടിൽ ഈ 1-ാം വാർഷികവും 2-ാം വാർഷികവും ഒക്കെ മരിച്ചവരുടെ അനുസ്മരണമൊക്കെ വരുമ്പം പത്രങ്ങളൊക്കെ 1-ാം പേജിൽ അത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ സ്വാധീനമുള്ള വായനക്കാരിൽ ഇടപെടുന്ന പ്രശ്നങ്ങളാണോ എന്നുള്ളതിനനുസരിച്ച് അവർ വലിയ വാർത്തയാക്കി കൊടുക്കാറുണ്ട്. ഇന്ന് ഗ്രഹാം സ്റ്റെയിൻസിനെ സംഘപരിവാർ സംഘടനകളെ പ്രതിക്കൂട്ടിലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും, ഒരു വലിയ പുരോഹിതൻ, ക്രിസ്ത്യൻ പുരോഹിതനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കേസ്. അതിൻ്റെ 25 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. അർദ്ധരാത്രിയാണ്. 1999 ജനുവരി 22 അർദ്ധരാത്രിയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ഇമേജ് ഇടിച്ച ഒരു സംഭവമായിരുന്നു അത്. മതം മാറ്റത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ നടത്തിയ ആക്രമണം ആസൂത്രിതമാണ് എന്ന് വരെ കണ്ടെത്തിയ കോടതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് 25-ാം വാർഷികമാണ്. അപ്പം നമ്മൾ വിചാരിക്കും പത്രങ്ങളിലൊക്കെ ഉണ്ടാവുന്നു, അപ്പം ദീപികയിലെങ്കിലും കാണണ്ടേ, ദീപിക പത്രത്തിലെങ്കിലും കാണണ്ടേ എന്ന് വിചാരിക്കും. മനോരമ പോട്ടെ, മാതൃഭൂമി പോട്ടെ. പക്ഷെ അവരൊന്നും ആലോചിക്കില്ല കേട്ടോ. അവർ ചില കാര്യങ്ങൾ ഈ കാലത്തൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് അതൊക്കെ ഓർത്ത് കഴിഞ്ഞ് വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നമ്മൾ സാധാരണ മുട്ടിലെഴിഞ്ഞ് സമാധാനത്തിൽ പോയിക്കൊള്ളില്ലേ. അങ്ങനെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ 25-ാം വാർഷികം, ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം, ഇതൊക്കെ നമ്മുടെ പത്രത്തിൽ ഒരു വരി പോലും കാണില്ല. ദീപിക പത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഗ്രഹാം സ്റ്റെയിൻസാ, ഞങ്ങൾക്ക് മുട്ടിലെഴിഞ്ഞ് ക്ഷീണമായി, എന്ത് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് പത്രങ്ങളിലൂടെ കടന്നു വരാം. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നിട്ട് 25 വർഷം ഇന്ന് എന്ന് ദേശാഭിമാനി 1-ാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. കേരള കൗമുദിയുടെ മുട്ടലഴിച്ചിൽ നേരത്തെ ദശാവതാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ല, ആ വാർത്ത കേരള കൗമുദിയിൽ, ഇന്നലത്തെ മാതൃഭൂമിയിലുണ്ട്. ഇതൊക്കെ മാതൃഭൂമിക്കും ബാധകം തന്നെ. ഇന്നലത്തെ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ എല്ലാ പത്രങ്ങളും ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. തലക്കെട്ട് നോക്കാൻ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കാത്ത ദീപികയുടെ ലീഡാണ് എന്താണെന്നറിയോ? രാമക്ഷേത്ര സായുജ്യം എന്നുള്ളതാണ് ലീഡിൻ്റെ തലക്കെട്ട്. കേരള കൗമുദി പ്രാണപ്രഭയിൽ രാം ലല്ല എന്നാണ് ലീഡ് തലക്കെട്ട്. മുഹൂർത്തം 12:30 എന്നാണ് മംഗളത്തിൻ്റെ ലീഡിൻ്റെ തലക്കെട്ട്. രാമമന്ത്രം ചൊല്ലി അയോധ്യ എന്ന് മനോരമ, മുഹൂർത്തം എന്ന് മാതൃഭൂമി. രാമജന്മഭൂമിയിൽ രാമരാജ്യപ്രതിഷ്ഠ എന്നാണ് ജന്മഭൂമി തലക്കെട്ട് കൊടുക്കുന്നത്. ദീപികയൊക്കെ അതിനോട് മത്സരിച്ചിട്ടുണ്ട്. ജന്മഭൂമിനെ കുറച്ചും കൂടിയും മെച്ചപ്പെടാനുണ്ട്. ദീപികയൊക്കെ മുട്ടലച്ചിലാർ കൂടുതലാണ്. അതുകൊണ്ട് ജന്മഭൂമി നേരാമണ്ണം നടന്നാലും അവർക്ക് എത്താൻ പ്രയാസമായിരിക്കും. ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് എന്ന് സുപ്രഭാതം ഗൗരവമർഹിക്കുന്ന തലക്കെട്ട് നൽകുന്നു. കോൺസെഗ്രേഷൻ ടുഡേ PM പ്രീസ്റ്റ് ടു ലീഡ് സെറിമണീസ് എന്ന് ഹിന്ദു തലക്കെട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടിലിഴച്ചിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് ഇന്ന് മിക്ക പത്രങ്ങളും മറ്റൊരു തരത്തിൽ കാണിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് ഈ ക്ഷേത്രം എന്നുള്ളത് ഒരു സ്ഥലത്ത് സൂചിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതവർ മുഖപ്രസംഗം എഴുതുമ്പോൾ പോലും ആ കാര്യം പേര് പോലും പറയില്ല. അപ്പോൾ മനോരമയിലൊക്കെ മുഖപ്രസംഗത്തിൽ ചില വിമർശനങ്ങൾക്കൊക്കെ അവർ ഇങ്ങനെ ഈ മുട്ടിലെഴിയുന്നതിനിടയിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് ഈ സംഭവം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ദുഷ്ടലാക്കുന്നുണ്ട് എന്ന ആരോപണമുണ്ട്, വിമർശനമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇനി സമാധാനം വരണം, ഇതോടുകൂടി ഈ പരിപാടി നിർത്തണം എന്നൊക്കെ പറയുന്നതല്ലാണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആരും പറയില്ല. കോടതി വിധിയിൽ തന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് രാമൻ അവിടെ ജനിച്ചു, ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു നേരത്തെ, അതിന് ശേഷമാണ് പള്ളി വന്നതെന്നൊക്കെയുള്ള വിശ്വാസത്തിൻ്റെ കാര്യമാണ്. നമുക്ക് തെളിയിക്കപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത് ഒരു രാമവിഗ്രഹം സ്വാതന്ത്ര്യാനന്തരം അവിടെ കൊണ്ടുവച്ചു എന്നുള്ള
ഒരു ചരിത്രപരമായ കാര്യം മാത്രമാണ്. പക്ഷേ വിശ്വാസപരമായി ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കേണ്ട ഒരു പ്രശ്നത്തിന് കണ്ടെന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് ഈ പിന്തുണ കൊടുക്കുക, അല്ലെ വിധി അനുകൂലമായി കൊടുക്കുകയാണ് കോടതി ചെയ്തത്. പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ് എന്ന വിധി കൂടി ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള വൈരുദ്ധ്യം കൂടി നിലവിലുണ്ട്. അതിനപ്പുറത്ത് ഇത് ബാബറി മസ്ജിദ് പൊളിച്ചിട്ടല്ല ചെയ്യുന്നതെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നേരത്തെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഇത് പണിതത് എന്നൊന്നും കോടതി വിധിയിൽ കണ്ടെത്തലില്ല. പക്ഷേ പത്രങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എഴഞ്ഞെഴഞ്ഞ് ഈ കാര്യം പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണെന്ന് മാക്സിമം എവിടെയൊക്കെ ഒഴിവാക്കാമോ അവിടെയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ശ്രദ്ധേയമായി, സാമൂഹ്യ മുന്നേറ്റമാണല്ലോ, ആർക്കെങ്കിലും വിഷമമെങ്കിലോ മൊത്തത്തിൽ പ്രശ്നമാക്കണ്ട എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് അവർ എഴുതുക. ഇനി മുഖപ്രസംഗങ്ങളുണ്ട്, ഗംഭീര മുഖപ്രസംഗങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയോധ്യയുടെ പാഠങ്ങൾ എന്ന് മനോരമ മുഖപ്രസംഗം എഴുതിയിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉള്ള മുഖപ്രസംഗങ്ങളിൽ ലേശെങ്കിലും ഇതിലൊരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമം നടത്തിയത് മനോരമയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ജാഗ്രത കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രദീപമായി അയോധ്യ എന്ന മംഗളൊരു മുഖപ്രസംഗമുണ്ട്. ആ കിടിലം മുഖപ്രസംഗമാണ്. ആ മുഖപ്രസംഗം എന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ജന്മഭൂമിക്കാർ പണി നിർത്തിപ്പോവും. സനാതന ധർമ്മ ലംഘനത്തോടെയോ പ്രതിഷ്ഠാ ചടങ്ങ് എന്ന സുപ്രഭാതം നേരായ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം എഴുതുന്നു. ഇതോട് ചേർത്ത് വായിക്കേണ്ട വാർത്തയും മാതൃഭൂമിയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. വിശ്വാസം ഇനി ഗോദയിൽ എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ പ്രധാന വാർത്തയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷം പലതട്ടിൽ ഈ പരിപാടി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ വൈരുദ്ധ്യപരമായ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കുന്ന മനോജ് മേനോൻ്റെ റിപ്പോർട്ടും ഈ ഒന്നാം പേജിലുണ്ട്. ദേശാഭിമാനിയുടെ ലീഡ് അയോധ്യക്കാർ പുറംപോക്കിൽ എന്നാണ്. അയോധ്യയുടെ പേരിൽ പ്രാദേശികമായി അവിടുത്തെ നാട്ടുകാരായ ആളുകളെ മുഴുവൻ പുറന്തള്ളിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വൻകിട വികസനങ്ങളുടെ ഇരയാകുന്ന സാധാരണ മനുഷ്യരെക്കുറിച്ച് നമുക്കറിയാലോ. അവർക്ക് പുനരധിവാസം പോലും നൽകാതെ തദ്ദേശീയരായ ഹിന്ദുക്കളടക്കം ഇങ്ങനെ വരുമാനമൊന്നുമില്ലാതെ അടുത്തൊക്കെ കഴിയുകയാണ് എന്നാണ് പറയുന്നത്. ക്ഷേത്ര നഗരിയിൽ നിന്ന് സാധാരണ മനുഷ്യരെ മുഴുവൻ തുടച്ചു നിൽക്കുകയാണ്. കോർപ്പറേറ്റ് വികസന അജണ്ട പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. വിധി പറഞ്ഞ ബെഞ്ചിലെ ജഡ്ജ് പ്രതിഷ്ഠാ ചടങ്ങിനെത്തും എന്നൊരു വാർത്ത കൂടിയുണ്ട്. 5 പേരടങ്ങുന്ന ബെഞ്ചിലെ മുഴുവൻ ജഡ്ജിമാരെയും പ്രതിഷ്ഠാ ചടങ്ങിന് വിളിച്ചിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. അതായത് അശോക് ഭൂഷൺ എന്ന ജഡ്ജി. അയാളെ പിന്നീട് ഇതേ BJP സർക്കാർ ഈ വിധിയുടെ തുടർച്ചയായി റിട്ടയർ ചെയ്തതിന് ശേഷം കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ചെയർമാനായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ടൊന്നല്ല, അത് വളരെ ആത്മാർത്ഥമായിട്ട് നിയമിച്ചതാണ്. ദേശാഭിമാനിയുടെ നിലപാടിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട മറ്റൊരു നിലപാട് നമ്മൾ വീക്ഷണത്തിൻ്റെ ഒന്നാം പേജിൽ കാണാം. അവർ മറ്റ് വാർത്ത എതിരായിട്ട് കൊടുത്തില്ലെങ്കിലും അവർ ഇതുമായി ബന്ധപ്പെട്ട പൊലിപ്പിക്കലിനോ മുട്ടലെഴുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയും ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല. അവർ രാഷ്ട്രീയമായ നിലപാട് അവർ കൃത്യമായി പാലിക്കാൻ വീക്ഷണത്തിന് ജാഗ്രതയോടെ നിലകൊള്ളാൻ വീക്ഷണത്തിന് ഇക്കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഗായകൻ സൂരജ് സന്തോഷ് ചിത്രയെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് നമുക്കറിയാം. സൂരജ് സന്തോഷിന് നേരെ സൈബർ ആക്രമണത്തിൽ ഒരാൾ അറസ്റ്റിൽ എന്ന് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട്. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര തുടരുകയാണ്. ന്യായ് യാത്രയ്ക്ക് നേരെ അസമിൽ ആക്രമണം ഉണ്ടായി. ന്യായ് യാത്രയ്ക്ക് നേരെ BJP ആക്രമണം, അസമിൽ നാടകീയ സംഭവങ്ങൾ എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു. ഭയമില്ല തെല്ലും എന്ന് വീക്ഷണം പത്രം ലീഡ് വാർത്ത തന്നെ നൽകുന്നുണ്ട്. തടയാനെത്തിയവരെ ബസ്സിൽ നിന്നിറങ്ങി നേരിട്ട് രാഹുൽ ഗാന്ധി എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി അവർക്ക് നേരെ ഇറങ്ങി പോവുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം നമ്മളവിടെ കണ്ടു ഇന്നലത്തെ സംഭവത്തിൽ. അതിൻ്റെ കയറ്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ചെറിയാൻ ഫിലിപ്പ് മാപ്പ് പറഞ്ഞ് തടിയൂരി എന്ന് ദേശാഭിമാനി ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. മനോരമയുടെ ലീഡ് ഞാനല്ല പാർട്ടി എന്ന വിചാരം വേണമെന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷിൻ്റെ വിമർശനം ആണ് മനോരമയുടെ ലീഡ്. സഹകരണ മേഖലയിൽ അഴിമതി എന്ന് മാധ്യമം ഒരു വാർത്ത ലീഡാക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 4 ലക്ഷം എന്ന് മനോരമയും മാതൃഭൂമിയും ഒക്കെ പ്രാധാന്യത്തോടുകൂടി വാർത്ത കൊടുക്കുന്നുണ്ട്. ദ്വിരാഷ്ട്രവാദം തള്ളി നെതന്യാഹു ഒരു തരി പോലും തരില്ല എന്ന് സിറാജ് ലീഡ് വാർത്ത കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം.